പകർച്ചവ്യാധി ഭീഷണിയിൽ സംസ്ഥാനം. പകർച്ചപ്പനി ബാധിച്ച് 13,025 പേർ ഇന്നലെ ആശുപത്രികളിൽ ചികിത്സ തേടി. ഷിഗല്ല ബാധിച്ച് സംസ്ഥാനത്ത് 55 പേർ ചികിത്സയിലുണ്ട്. ഇന്നലെ മാത്രം 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 47 പേർ ചികിത്സയിലുള്ള വയനാട്ടിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരു ഡെങ്കിപ്പനി മരണവും ഒരു എലിപ്പനി മരണവും ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് ആർ ശ്രീജിത്ത് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, പറയൂ. SKN ഗുഡ് മോർണിംഗ്. കാലവർഷം ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ അതിവേഗം വ്യാപിക്കുകയാണ്. പകർച്ചപ്പനി, ഡെങ്കിപ്പനി, എലിപ്പനി, ഒപ്പം തന്നെ ഷിഗല്ല തുടങ്ങിയ രോഗങ്ങളാണ് അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിഗല്ലയുടെ വ്യാപന തോതാണ് ഏറ്റവും ആശങ്കാജനകമായി മുന്നോട്ട് പോകുന്നത്. വയനാട്ടിൽ മാത്രം 47 പേരാണ് ഷിഗല്ലയുടെ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചത് 47 പേർക്കാണ്. അത്തരത്തിൽ വലിയ തോതിലുള്ള വ്യാപനമുണ്ട്. വയനാട്ടിൽ ആണ് ആദ്യം ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിലും ആശങ്കാജനകമായ തോതിൽ ഷിഗല്ലയുടെ വ്യാപനമുണ്ട്. എന്നാൽ ഷിഗല്ല വ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല, സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥിരീകരിക്കുന്നത്. സംസ്ഥാനത്ത് പകർച്ചപ്പനിയാണ് ഈ മഴക്കാലമായതോടെ പകർച്ചപ്പനി വ്യാപകമായി വരുന്നു. 13,025 പേരാണ് ഇന്നലെ പകർച്ചപ്പനി ബാധിച്ച് സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയത്. ഇതിലേറ്റവും ആശങ്ക ഉണർത്തുന്നത് മലപ്പുറത്തെ പകർച്ചപ്പനിയുടെ തോതാണ്. അവിടെ 2,495 പേരാണ് പകർച്ചപ്പനി ബാധിച്ച് ഇന്നലെ ആശുപത്രിയിലെത്തിയത്. ബുധനാഴ്ച ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 72 പേർക്കാണ്. എലിപ്പനി 13 പേർക്കും സ്ഥിരീകരിച്ചു. മലേറിയ ഇതിനിടയ്ക്ക്, അതായത് നമ്മൾ ഉച്ചാടനം ചെയ്തു എന്ന് കരുതപ്പെടുന്ന രോഗങ്ങളിലൊന്നാണ് മലേറിയയും 4 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷിഗല്ല 7 പേർക്ക് ബുധനാഴ്ച സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും ഷിഗല്ലയുടെ ചൊവ്വാഴ്ച സ്ഥിരീകരിച്ച 10 പേർക്കാണ്. തിരുവനന്തപുരത്ത് 3, കൊല്ലം 1, ഇടുക്കി 1, കോഴിക്കോട് 2, ആലപ്പുഴ 2 എന്നിങ്ങനെയാണ് ഷിഗല്ല സ്ഥിരീകരിക്കുന്നതിൻ്റെ തോത്. ഈ വയനാട് ജില്ലയിൽ 47 പേരെ നേരത്തെ രോഗലക്ഷണങ്ങളുമായി ഷിഗല്ലയുടെ ലക്ഷണങ്ങളുമായി ആശുപത്രി പ്രവേശിച്ചു. അവരുടെ ടെസ്റ്റ് റിസൾട്ട് ഇനി വരാനുണ്ട്. എന്തായാലും ഈ നിപ്പയോടൊപ്പം തന്നെ ഈ ഷിഗല്ല, പകർച്ചപ്പനി, ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയവ വ്യാപിക്കുന്നത് കുറച്ച് ആശങ്കാജനകമായ സാഹചര്യമാണ്. എന്തായാലും ഈ മഴക്കാലമാകുമ്പോൾ ഇത്തരത്തിൽ രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ആളുകൾ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധയെടുക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. ശ്രീജിത്ത്, എന്തായാലും പകർച്ചവ്യാധി പടരുന്നു എന്നുള്ള അല്പം ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് വരുന്നത്. എന്തായാലും മുൻകരുതലൊക്കെ എടുക്കട്ടെ, ആരോഗ്യവകുപ്പും അതിശക്തമായി മുന്നോട്ട് പോകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിടിവിട്ട് ഷിഗല്ല പോകുന്നു, അതുപോലെ ഡെങ്കിപ്പനിയും എലിപ്പനിയും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മഴക്കാലത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.